നമസ്കാരം. അമൃതാണ്. DC ദേവദാസ് ആൻഡ് ചന്ദ്ര. പേര് ചന്ദ്രടാ. ഈ ഒരു സിനിമയുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ, ഫസ്റ്റ് ലുക്കല്ല, ആ ഒരു പാട്ട് വെച്ചുള്ളൊരു ടീസിങ് ആയിരുന്നു. സോ അത് കണ്ടപ്പോൾ മുതൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ്, ഇങ്ങനത്തെ സിനിമകളിലൊക്കെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു മെയിൻ സ്ട്രീം ആക്ടറെ കൊണ്ടുവന്ന് കുറേ കരിയൊക്കെ വരുത്തിച്ച് അവരൊരു ഗുണ്ട ലുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും. പക്ഷേ ലോകേഷിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു എൻറ്റയർ ബോഡി ലാംഗ്വേജ്, ആ ഒരു മാനറിസംസ്, ആറ്റിറ്റ്യൂഡ്, അതുപോലെ സ്വാഗ് ആയിരുന്നാലും എല്ലാം അങ്ങനെ വെൽ പ്രിസൈസ്ഡ് ആയിട്ടുള്ളൊരു ആക്ടിങ്. എനിക്ക് തോന്നുന്നു ഇന്ന് തമിഴ് ഇൻഡസ്ട്രിയിലുള്ള ഏതൊരു ആക്ടറെ എടുത്താൽ പോലും ലോകേഷ് ഈ ക്യാരക്ടറിനെ ചെയ്തു വെച്ചിരിക്കുന്ന കണക്ക് ഒരാളിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ആൾ ഈ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബാഹുബലി സിനിമയ്ക്കകത്ത് പ്രഭാസ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ക്യാരക്ടറിൻ്റെ മാനറിസംസ് ആയിരുന്നാലും ബോഡി ലാംഗ്വേജ് ആയിരുന്നാലും ഇതെല്ലാം പെർഫോം ചെയ്ത് കാണിക്കുന്നത് രാജമൗലി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ ആ ഒരു മാസ്റ്റർ പെർഫോമൻസിനെ ജസ്റ്റ് കോപ്പി ചെയ്യാണ് ഒരു ആക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകേഷ് ആസ് ആൻ ആക്ടർ അദ്ദേഹം മറ്റ് ആക്ടേഴ്സിനെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കുന്നത് പോലെ അത് അദ്ദേഹം തന്നെ ഒരു ക്യാരക്ടറിനെ ചെയ്ത് കാണിക്കുമ്പോൾ, ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അരുൺ മാതേശ്വരനാണ് ഇതിൻ്റെ റൈറ്റിംഗ് ആയിരുന്നാലും ഡയറക്ഷൻ ആയിരുന്നാലും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലായിരിക്കും ഈ ഒരു ക്യാരക്ടർ. എന്നാലും ആ ഒരു ഡയറക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇദ്ദേഹം ഒരു ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ഇൻപുട്സ് ഈ സിനിമയ്ക്കകത്തുണ്ട്. അതൊരു ഒന്നൊന്നര പരിപാടിയായിരുന്നു. ഈ സിനിമയുടെ പ്രൊഡക്ഷൻ സൈഡ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയങ്കര ഒരു ഹ്യൂജ് ബഡ്ജറ്റുള്ളൊരു മൂവിയായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് അത്രയും കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ലോകേഷ് ആ ഒരു ക്യാരക്ടറിനെ ചെയ്തു വെക്കുന്ന പോലെ തന്നെയായിരുന്നു അനിരുദ്ധ് ഈ ഒരു മൂവിക്ക് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ അനിരുദ്ധ് ചെയ്തിട്ടില്ലാത്തൊരു സാധനമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. എൻറ്റയർ ഓരോരോ സീക്വൻസ് ആയിരുന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നതായിരുന്നാലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേൾഡ് ബിൽഡിങ് എന്ന മ്യൂസിക് വെച്ച് അനിരുദ്ധ് ഇതിനകത്ത് പണിഞ്ഞിട്ടുണ്ട്. അതും എക്സ്ട്രീം വയലൻസ് സീൻസിലൊക്കെ നമ്മൾ ഈ ക്ലാസിക്കൽ മ്യൂസിക് വെച്ച് മൃദംഗം ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ച് പെട്ടയ്ക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ വയലൻസ് സീൻസും അങ്ങനെ പീക്ക് എലിവേഷനാണ്. ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും സീനിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു കളർ ടോൺ, ഒരു റെഡ് കളർ ടോണാണ് എൻറ്റയർ മൂവിയിൽ. ആ ഒരു കളർ ടോൺ തന്നെ സിനിമയുടെ ഒരു ലെയറാണ്. സിനിമാറ്റോഗ്രാഫർ മുകേഷ് ജി, എഡിറ്റർ പ്രസന്ന GK, ആർട്ട് ഡയറക്ടർ കണ്ണൻ. എടുത്തു പറയേണ്ടത് 2 ഫീമെയിൽ ലീഡ്സ്. അതിലൊരാളുടെ പേര് സഞ്ജന എസ് പാർവതി, പിന്നെ വാമിക ഗബ്ബി. പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗോദയിൽ ഓൾറെഡി കണ്ടതാണ്. ഈ സിനിമയ്ക്കകത്ത് പുള്ളിക്കാരത്തിയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഔട്ട്റേജ്, പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഭയങ്കര ഡെപ്തുള്ള ഒരു ക്യാരക്ടർ. അവരുടെ ഒരു ഇമോഷൻസ് ആയിരുന്നാലും ആ ഒരു വെഞ്ചൻസ് ആയിരുന്നാലും പിന്നെ എല്ലാത്തിനും ഉപരി ഈ ദേവദാസ് എന്നുള്ള ലോകേഷ് ചെയ്ത ആ ഒരു ക്യാരക്ടറും ഇവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി അത് ഭയങ്കര പവർഫുൾ ആയിരുന്നു. സോ ഒരു എക്സ്ട്രീം ഇമോഷണലി കണക്റ്റഡ് ആവുന്ന എന്നാൽ ഭയങ്കര കൊടും വയലൻസ് ഉള്ളൊരു മൂവിയാണിത്. സോ അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കൊന്നും അഡ്വൈസബിൾ അല്ല. പിന്നെ ഫൈറ്റൊക്കെ ഈ ബ്ലഡ് ഷെഡ് എന്ന് മാത്രമല്ല ഭയങ്കര റോ കൈൻഡ് ഓഫ് ഫൈറ്റൊക്കെയാണ്. സ്റ്റൺസ് ചെയ്തിരിക്കുന്നത് അത് ഒരു കിടിലൻ ടീമായിരിക്കണം. ഓവർ ദ ടോപ്പ് ഫൈറ്റൊന്നും അല്ല, വളരെ റോ കൈൻഡ് ഓഫ് ഫൈറ്റ് സീക്വൻസുകളൊക്കെയാണ്. ഒരു ടീമിൻ്റെ പേര് PC സ്റ്റൺസ്. ഗംഭീര പരിപാടിയാണ്. മാക്സിമം ഈ ഗൺ ഫൈറ്റാണ് അതിനകത്ത്. പിന്നെ ഈ AK-47 ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗൺസ്, അങ്ങനെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു മൂവി, ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്റ്റണ്ട് കോറിയോഗ്രാഫി. ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗൺ ഫൈറ്റൊന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല തിയേറ്ററിൽ. പ്രത്യേകിച്ച് ഇതൊരു ഇന്ത്യൻ സിനിമയാണ്, ഒരു തമിഴ് സിനിമയാണ്. ഭയങ്കര ഗംഭീര ബഡ്ജറ്റ് എടുത്ത് കൊട്ടിട്ടുള്ള സിനിമയൊന്നും അല്ല എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. മേ ബി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്കായിരിക്കാം ഒരു മാക്സിമം ബഡ്ജറ്റ് പമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു എക്സ്ട്രീം തിയേറ്റർ എക്സ്പീരിയൻസ് ഈ ഒരു സിനിമ ഓഫർ ചെയ്യുന്നുണ്ട്. നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ നിങ്ങളിത് കാണാൻ ശ്രമിക്കുക. ഞാൻ വർക്കല എംപയർ എന്നാണ് ഈ ഒരു മൂവി കണ്ടത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. ആൻഡ് ദാറ്റ് ഫുൾ മാർക്സ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ലോകേഷ് കനകരാജ്. ഈ ലോകേഷ് ചെയ്ത ഈ ഒരു കഥാപാത്രമായിട്ട് എനിക്ക് എവിടെയൊക്കെ ഒരു മാച്ച് ഫീൽ ചെയ്തത് കാക്കയ്ക്കകത്തൊരു വില്ലൻ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നല്ല ആ ഒരു ഗൺ ഫൈറ്റൊക്കെ നല്ല കിഡുമായിട്ടാണ് സിനിമയ്ക്ക് അത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ലോകേഷ് ചെയ്ത ക്യാരക്ടറിന് എവിടെയൊക്കെ ആ ഒരു കാക്കയിൽ ചെയ്ത ആ ഒരു ക്യാരക്ടറുമായിട്ട് ചെറിയൊരു റിസംബ്ലൻസ് ഒക്കെ എനിക്ക് എവിടെയൊക്കെ ഫീൽ ചെയ്ത്. എന്നുവെച്ചാൽ ആ ഒരു ക്യാരക്ടർ കോപ്പിയായിട്ട് ഞാൻ പറയല്ല, അതൊരു കൂതറ വില്ലനാണ്. പക്ഷേ ഇതിനകത്ത് ലോകേഷ് ചെയ്തിരിക്കുന്ന ലീഡായിട്ടുള്ള ക്യാരക്ടറാണ്. എന്തായാലും മറ്റൊരു സിനിമ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ വീണ്ടും കാണാം. Thank you for watching and thank you for supporting me.